അപ്പോൾ ഇന്ന് വൈകുന്നേരമായപ്പം ഒരു അട തിന്നാനൊരാഗ്രഹം. അപ്പോൾ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനിന്ന് 2 തരത്തിലുള്ള അട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ടും പിന്നെ അരിപ്പൊടി വെച്ചിട്ടും. അപ്പം ഞാൻ കുറച്ച് തേങ്ങയും ശർക്കരയും 2 ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് ജീരകവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി വാഴയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗോതമ്പ് മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അത് വളരെ നേരിയതായിട്ട് ഇലയിൽ പരത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മുടെ കുഴച്ച് വെച്ച ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് അരിപ്പൊടി വെച്ചിട്ടുള്ള അട. അതും ഞാനിതുപോലെ തന്നെ വളരെ നേരിയതായിട്ട് പരത്തി കൊടുത്ത് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് മടക്കി വെച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അടകളെല്ലാം ഞാൻ വേവിക്കാൻ വെച്ചു. അപ്പോൾ ഇതാ നമ്മുടെ അടയെല്ലാം റെഡിയായി. അതാ ഗോതമ്പട, പിന്നെ അരിയടയും. അതാ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്, നല്ല മധുരമുണ്ട്, നല്ല സോഫ്റ്റുമാണ്, അടിപൊളിയായി. അപ്പം ഗോതമ്പിൻ്റെ അടയും അരിയടയും എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കട്ടെ അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.